ഇപ്പോൾ 3-4 മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന 5 പാലങ്ങൾ ഞാൻ പോയി കണ്ടു. ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ PWD വകുപ്പിലെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പാലങ്ങളായതല്ല. പണ്ട് എല്ലാ പാലവും ഒരുപോലെയാ, സിമെന്റ് കൊണ്ട് കുറെ കട്ടയുണ്ടാക്കും, അതാണ് പാലം. അപ്പൊ അങ്ങനല്ല, ഓരോ പാലവും അതിമനോഹരമായ ഒരു കവിത പോലെയാണ്. നിങ്ങളിവിടെ പുതുപ്പള്ളി പോയി നോക്കിയാൽ മതി, കൂട്ടുമ്പാലൊക്കെ പാലം കാണാം. അവിടെ പടിഞ്ഞാട്ട് പോയി ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്ത് ആലപ്പാടിന്റെ വടക്കേ അറ്റത്തുള്ള നദിയും കടലും സംഗമിക്കുന്നിടത്തുള്ള അതിമനോഹരം 172 കോടി രൂപയുടെ പാലം. ആ കയത്തിനകത്തൊരു പാലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. അതിമനോഹരമാണ്, ഇപ്പോഴും ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 5 പാലങ്ങൾ 2 കിലോമീറ്റർ നീളത്തിൽ പെരുമ്പടം ദ്വീപിൽ നിന്നും ചേർത്തല മെയിൻലാൻഡിലേക്ക് വരുന്ന ഒരു പാലം 2 കിലോമീറ്ററാണ് അപ്രോച്ചോടെ അടക്കം നീളം. 100 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് PWD കൊടുത്തതാണ്. പിന്നെ വിളക്കുമരം പാലം ചേർത്തല മണ്ഡലത്തിൽ, നാലുചിറ പാലം അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുറക്കാട്, പിന്നീട് കൈനകരിയിൽ നിന്നും കരുവാറ്റയ്ക്ക് വരുന്ന കുപ്പുറം കരുവാറ്റ റോഡിൽ എന്താ പാലത്തിന്റെ പേര് ജസ്റ്റ് ഞാൻ മറന്നു, വലിയൊരു പാലം 70 കോടി. പിന്നെ ആലപ്പുഴ ടൗണിൽ കടപ്പുറത്ത് ഇപ്പുറത്ത് മുപ്പാലം ഉണ്ടായിരുന്നു. 3 കോൺക്രീറ്റ് ഇത്രയേ ഉള്ളൂ. അത് മാറ്റി 4 പാലമാക്കി, ഒരു വലിയ ചതുരം പോലെ വൃത്തം പോലെ പത്രത്തിലെല്ലാം വന്നല്ലോ. അത് മനോഹരമായി. പക്ഷെ ഏറ്റവും നല്ല നിർമ്മാണം അതാണ്. ഞാനത് കാണാൻ അവിടെ പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടിയില്ല, ആരോടും പറഞ്ഞില്ല. പത്രക്കാരോട് ഞാൻ പറഞ്ഞില്ല, അവരെങ്ങനെ പറഞ്ഞു. ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല. കാരണം ഇത് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത് കുറെ കാലമായി, അങ്ങനെ കാണാൻ പോയില്ല. അപ്പൊ അത് 4 ഭാഗത്തുകൂടി വാഹനത്തിന് വരാം. എന്നിട്ട് പാലത്തിന്റെ തൊട്ടടുത്തൊരു ചതുരം ഉണ്ടാകും, അതിനകത്ത് കയറി നിന്ന് കാണാം. അപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടികൾ ബസ്സിലൊക്കെ വരികയാണ്, സ്കൂൾ ബസ്. കുട്ടികളെല്ലാം അവിടെ ഇറങ്ങി പാലം കാണാൻ തുടങ്ങി. അവരുടെ മുഖത്തെ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ ഈ പാലം നിർമ്മിച്ച് എത്ര ശരിയായെന്ന് എനിക്ക് തോന്നുന്നു. SP ഓഫീസറിന് നേരെ മുമ്പില്ല പോലീസുകാരും ഇറങ്ങി വന്നു. പോലീസ് സ്റ്റേഷനൊക്കെ എന്നെ വിളിക്കാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുറ്റബോധം ചെയ്തിട്ടില്ല, ഞാൻ വരുന്നില്ല. സന്തോഷം കൊണ്ട് വിളിച്ച അതൊക്കെ കുറച്ച് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും, ഫേസ്ബുക്കിലൊക്കെ കൊടുത്തേ ഉള്ളൂ. അത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് PWD വകുപ്പ് നിർമ്മിച്ചതാണെന്നാണ് വാർത്ത. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പാർട്ടിയുടെ അനുവാദം വാങ്ങിച്ചോ പാലം നോക്കാൻ? ചോദിക്കുകയാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ, പാർട്ടിയുടെ അനുവാദം വാങ്ങിച്ചോ പാലം കാണാൻ? അപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചുപേർ എവിടെയാണ് ജീവിക്കുന്നത്? ഒരാൾ പാലം കാണാൻ പോകുന്നതിന് പാർട്ടിയുടെ അനുവാദം, പാർട്ടി എന്ത് കഴിച്ചു? ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി. ഇതിനെപ്പറ്റിയൊന്നും ഒരു മാധ്യമവും വിമർശനപരമായി എന്തെങ്കിലും ഒരു കുറിപ്പ് കൊടുക്കും? ഈ പാലങ്ങളുടെ മേന്മയെപ്പറ്റിയും അതിന്റെ ഗുണങ്ങളെപ്പറ്റിയും ഞാൻ പോയതിന്റെ ഭാഗമായി ഒരു വാർത്ത കൊടുത്തില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? ഇപ്പൊ VM സുധീരനാണ് ചെയ്തിരുന്നെങ്കിൽ ഇവർ കൊടുക്കത്തില്ലായിരുന്നു. KC വേണുഗോപാൽ ചെയ്താൽ ഇവർ കൊടുക്കത്തില്ലായിരുന്നു. പറ, എന്ത് വിവാദം എന്നെപ്പറ്റി പറയാമോ? ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കി പറയാം. ഇതാണ് ഇവിടെ ജോലി. 10-12 വർഷം ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കതുകൊണ്ട് അവരുടെ വിരോധമൊന്നുമില്ല. ആലപ്പുഴ ജില്ലയിൽ എമ്പാടും നടന്ന കായംകുളം മുതൽ അരൂർ വരെ നടന്ന പാലം, റോഡ്, കെട്ടിട നിർമ്മാണങ്ങൾ കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ ഗവൺമെന്റ് 5 വർഷം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ ഈ 5 വർഷം കൊണ്ട്? 5 വർഷം കൊണ്ടല്ലേ രണ്ട് ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ 2 വർഷം കൊണ്ട്. അതുവരെ ആരും പണിഞ്ഞില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറ്റും. അതിന് എഞ്ചിനീയർമാരെ വിന്യസിക്കണം, സൂപ്പർവൈസേഴ്സിനെ വിന്യസിക്കണം, പണം അനുവദിക്കണം, നന്നായിട്ട് പണിയുന്നോ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അധികാരം എന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ളതല്ല, അധ്വാനിക്കാനുള്ളതാണ്. ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേർപ്പൊഴുക്കാനുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു, ഇനി അങ്ങനെ ആയിരിക്കണം. മാധ്യമങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് എഴുതിക്കൂടെ? ആലപ്പുഴയുടെ ഈ വികസനം, എത്ര പാലം ആലപ്പുഴ ടൗണിലുള്ളത്, എത്ര പാലങ്ങൾ പണിഞ്ഞു. കുട്ടനാട് താലൂക്കിൽ മാത്രം 16 പാലമാണ് പണിഞ്ഞിരിക്കുന്നത്. പണി പൂർത്തിയായിട്ടില്ല. ചെങ്ങന്നൂർ താലൂക്കിൽ 18 പാലങ്ങളുണ്ട്, ഭൂരിപക്ഷം പൂർത്തിയായി. അമ്പലപ്പുഴ താലൂക്കിൽ 12 എണ്ണമുണ്ട്, ചേർത്തല താലൂക്കിൽ 6 എണ്ണമുണ്ട്. കാർത്തികപ്പള്ളി താലൂക്കിലുണ്ട് ഏകദേശം 10ഓളം എണ്ണം. ഇവിടെ തന്നെ പാർക്ക് മൈതാനം പാലം കണ്ടില്ലേ നമ്മൾ പണിഞ്ഞത്?
നമ്മുടെ പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്ന അന്തരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ കൂടി മുട്ടം പാലം എന്നൊരു പാലമുണ്ട്.